സുഹൃത്തുക്കളെ, ഉള്ള് എന്ന എൻ്റെ കഥാസമാഹാരത്തിലുള്ള മാലിന്യ നിർമ്മാർജ്ജനം എന്ന കഥ വായിക്കുകയാണ്. ആനന്ദപുരം കോവിൽ ലൈനിൽ ഒരു വീടോ മുറിയോ വാടകയ്ക്ക് കിട്ടുവാൻ യാതൊരു പ്രയാസവുമില്ല. കോവിൽ ലൈൻ ഡ്വല്ലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റിനെയോ സെക്രട്ടറിയെയോ മറ്റേതെങ്കിലും ഭാരവാഹിയെയോ ഒന്ന് കാണുക മാത്രം. താല്പര്യമാണെങ്കിൽ വാടക ഷീറ്റ് അന്നു തന്നെ എഴുതുകയും ചെയ്യാം. അതോടെ കോവിൽ ലൈനിൽ നിങ്ങൾക്ക് താമസ സ്ഥലം ഉറപ്പായി കഴിഞ്ഞു. പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ആർക്കെങ്കിലും നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ലൗക്യം പുലർത്തുവാൻ തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ ചോദിച്ചേക്കും, താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ആനന്ദപുരം ലൈനിൽ വാടകയ്ക്ക് വീടുണ്ടെന്ന്? പരമേശ്വരൻ ആണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം വരുമല്ലോ, ഏത് പരമേശ്വരൻ? എടത്ത് മനയ്ക്കൽ DEO ഓഫീസിൽ മാറി വന്ന? ഓ മനസ്സിലായി. DEO ഓഫീസിൽ ട്രാൻസ്ഫറായി വന്ന എടത്ത് മനയ്ക്കലെ നമ്പൂതിരിപ്പാട് അവർകൾ അല്ലേ? പ്രസിഡന്റ് അത്യധികം ഭവ്യനാകുന്നത് കണ്ടു അന്വേഷകൻ ആ പേര് ഉച്ചരിച്ചതോടെ. അതെ, പരമേശ്വരൻ എൻ്റെ സഹപ്രവർത്തകനാണ്. ഞങ്ങൾ രണ്ടുപേരും മലപ്പുറം DEO ഓഫീസിലായിരുന്നു. രണ്ടുപേരെയും ഒന്നിച്ചാണ് തൃശ്ശൂർ DEO ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. പ്രസിഡന്റ് രൂക്ഷമായി നോക്കുന്നത് അന്വേഷകന്റെ കണ്ണിൽ പെട്ടെങ്കിലും ആദ്യമായി കാണുന്ന അപരിചിതത്വം കൊണ്ടായിരിക്കുമെന്ന തോന്നലിൽ അന്വേഷകൻ ചെറുപുഞ്ചിരിയോടെ നിന്നു. എങ്കിലും പ്രസിഡന്റിന് താൻ അഭിസംബോധന ചെയ്ത രീതി ഒട്ടും രസിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്ന് അന്വേഷകന് തോന്നി. ശരിയാണ്. നമ്പൂതിരിപ്പാട് അവർകൾ കോവിലിനോട് ചേർന്നുള്ള വീട്ടിൽ ഇന്നലെ താമസമാക്കി. പറയുമ്പോൾ പ്രസിഡന്റ് അതീവ ഭവ്യനാവുന്നതും കോവിലിൽ പൂജിച്ച തീർത്ഥം ഭുജിച്ച് തൃപ്തിയടയുന്നത് പോലെയുമാണ് കണ്ടത്. അന്വേഷകന് അതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ പറഞ്ഞു, പരമേശ്വരൻ ഇന്നലെ തന്നെ എനിക്ക് ഫോൺ ചെയ്തു. 3 വീടുകളും 4 സിംഗിൾ മുറികളും ലൈനിൽ ഒഴിവുണ്ടെന്ന്. പ്രസിഡന്റ് നിവർത്തികെട്ട് പറഞ്ഞു, ശരിയാണ്. തിരുമേനി അവർ താങ്കളോട് പറഞ്ഞതും ശരി തന്നെ. ലൈനിൽ 3 വീടുകളും 4 സിംഗിൾ റൂമുകളും ഇപ്പോഴും ഒഴിവുണ്ട്. ഇതിൽ താങ്കൾക്ക് ഏതാണ് ആവശ്യം?
ഫാമിലിയോ അതോ സിംഗിളോ? ഞാൻ ഫാമിലി ആയിട്ടാണ് വരുന്നത്, അന്വേഷകനായ ഞങ്ങൾ പറഞ്ഞു. കുട്ടികൾ? ഭാര്യയും 2 കുട്ടികളും. പ്രസിഡന്റിന്റെ തുടുത്തു വെളുത്ത മീശയില്ലാത്ത മുഖം പുഴ പോലെ വളയുന്നത് കണ്ടെങ്കിലും കാര്യം ഊഹിക്കാനാവാതെ കാതോർത്തു നിന്നു അന്വേഷകൻ. ഫാമിലിയോ സിംഗിളോ അതൊക്കെ താങ്കളുടെ താല്പര്യം. ഒരു കാര്യം മാത്രമാണ് ഇക്കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. താങ്കൾ ഇതിനു മുൻപ് അനന്തപുരം ലൈൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഒന്ന് ഓർത്തു നോക്കുക, ലോകത്തിലെ ഏതെങ്കിലും കോവിൽ ലൈൻ ഇതുപോലെ സുന്ദരമായി കിടക്കുന്നുണ്ടായിരിക്കുമോ? ഇവിടെ അനന്തപുരം കോവിൽ ലൈനിൽ ഒരു തരി മാലിന്യമില്ല. ഒരു തരി മാലിന്യമില്ലാത്ത ആൾക്കാരുമാണ് ഇവിടെയുള്ളത്. ലൈനിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന അസോസിയേഷനും കൂടിയാകുമ്പോൾ മാലിന്യ നിർമാർജനം പൂർണ്ണമായും നടപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. പ്രസിഡന്റ് അഭിമാനത്തോടെ പറഞ്ഞത് ശരി തന്നെയെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷകന് ബോധ്യപ്പെട്ടു. ഒരു കുട്ടിയെയും കൊണ്ട് അച്ഛനും അമ്മയും കോവിൽ ദർശനത്തിന് നടന്നു വരുന്നു. അമ്മ ബാഗ് തുറന്ന് അവന് ഒരു ചെറു പഴം എടുത്തു കൊടുക്കുന്നു. ഉരിഞ്ഞ പഴത്തിന്റെ തൊലി അവർ നിലത്തിട്ടു പോകുന്നു. നിമിഷമെടുത്തില്ല, പിന്നിലെ വീടിന്റെ ഗേറ്റ് തുറക്കപ്പെട്ടു. വീട്ടുവാതിൽ തുറക്കപ്പെട്ടു. വൃദ്ധനായ വീട്ടുടമ നടന്നു വന്ന് പഴത്തൊലിയെടുത്ത് കാനയോട് ചേർന്ന് വച്ചിട്ടുള്ള ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിച്ച് തിരിച്ചു പോകുന്നു. പോകുമ്പോൾ പഴത്തൊലി വീണുകിടന്ന ഭാഗം കയ്യിൽ കരുതിയ ടർക്കി ടവൽ കൊണ്ട് തുടച്ചു വൃത്തിയാക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനം ഓരോരുത്തരും ജീവിതവ്രതമായി എടുക്കണം, എങ്കിലേ വൃത്തിയുണ്ടാകൂ. ആനന്ദപുരം ലൈനിൽ നക്കിയാൽ പോലും ഒരു പൊട്ടു മാലിന്യം കിട്ടുകയില്ല. അതിൻ്റെ കാരണവും താങ്കൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പ്രസിഡന്റിന് അഭിമാനിക്കാൻ വകയുണ്ടെന്ന് അന്വേഷകന് തോന്നി. ആനന്ദപുരം രഥോത്സവം എന്ന് കേട്ടിട്ടുണ്ടോ? പെട്ടെന്ന് എൻ്റെ വിഷയമാറ്റം എന്ന് തോന്നിച്ചെങ്കിലും ആശ്ചര്യഭാവം മറച്ചു അന്വേഷകൻ. കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. എന്നാൽ കേൾക്കേണ്ടതും കാണേണ്ടതുമാണ് രഥോത്സവം. പ്രസിഡന്റ് കൂടുതലൊന്നും പറയുവാൻ നിൽക്കാതെ നേരിൽ കണ്ടാൽ വിവരമറിയാം എന്ന ഭാവത്തിൽ ഷെൽഫിൽ നിന്നൊരു ആൽബം എടുത്തു മേശപ്പുറത്ത് വച്ചു. ആൽബത്തിൻ്റെ പുറം ചട്ട മാറ്റി ഒരിതൾ മലർത്തി കാണിച്ചു. ഭക്തജനം രഥമുന്തി ശ്രീകോവിൽ നടയിൽ എത്തുന്നു. സ്വർണത്തിൽ കുളിച്ച നിലകളുള്ള രഥം. ചുറ്റും അരയ്ക്കു താഴെ മഞ്ഞപ്പട്ടു ധരിച്ച് നഗ്നമായ നെഞ്ചുകാട്ടി നിൽക്കുന്ന ഭക്തർ. അധികം പേരുടെയും നെഞ്ചിൽ ഒരു കറുത്ത പൊട്ടുപോലുമില്ല. എല്ലാവരുടെയും കഴുത്തിൽ മഞ്ഞ പൂണൂൽ പളപള കിടക്കുന്നു. ചിത്രം കണ്ടപ്പോഴാണ് അന്വേഷകൻ
തനിക്ക് മുന്നിലിരിക്കുന്ന പ്രസിഡന്റിൻ്റെ വേഷം ശ്രദ്ധിച്ചത്. അരയ്ക്ക് താഴേക്ക് പീതാംബരപ്പട്ട്, വെണ്ണ പോലെ വെളുത്ത മാറിൽ മഞ്ഞ നിറമാർന്ന കുണൂൽ, പുറം മറിച്ച് മറ്റൊരു പീതാംബരപ്പട്ട്, കഴുത്തിൽ രുദ്രാക്ഷം, അരയിൽ മുറുക്കി കെട്ടിയിട്ടുള്ള പീതാംബരപ്പട്ട്. എന്തിനാണ് പ്രസിഡന്റ് ഇപ്പോൾ രഥോത്സവത്തിൻ്റെ ആൽബം കാണിച്ചതെന്ന് മനസ്സിലായില്ലെങ്കിലും അതേ തുടർന്ന് എന്തെങ്കിലും ചോദ്യമുണ്ടാകാമെന്ന് ഊഹിച്ചു അന്വേഷകൻ. ഊഹം തെറ്റിയില്ല. താങ്കൾ ഇതിനു മുമ്പ് പാലക്കാടോ ചെന്നൈയിലോ ആയിരുന്നോ? ഇല്ല, ഞാൻ മലപ്പുറത്ത് തന്നെയായിരുന്നു. മലപ്പുറത്ത് എങ്ങനെ? നല്ല ചൂടുള്ള പ്രദേശമായിരുന്നുവോ? ഏതാണ്ട് തൃശ്ശൂർ പോലെ തന്നെ. ഫീൽഡിലായിരുന്നിരിക്കും പണി. കനത്ത ചൂട് കൊണ്ട ലക്ഷണമുണ്ട് തൊഴിയിൽ. താൻ മനസ്സിൽ വിചാരിച്ചത് പുറത്തേക്ക് വരുന്നില്ല ഉത്തരത്തിൽ എന്ന് വിചാരിക്കുന്നത് പോലെയാണ് പ്രസിഡന്റിന്റെ ചോദ്യങ്ങൾ. വേണ്ട ഉത്തരം കിട്ടുന്നില്ലെന്ന അസ്വസ്ഥത പ്രസിഡന്റിന്റെ മുഖത്ത് തെളിയുന്നത് കണ്ടു. അടുത്തതിൽ തന്നെ നിരാശനാക്കുവാൻ പറ്റുകയില്ലെന്ന കടുത്ത തീരുമാനത്തിൽ എന്ന വണ്ണം പ്രസിഡന്റ് ഒരു പ്രിന്റഡ് കടലാസ് നീട്ടി. അപേക്ഷാ ഫോറമാണ്, താങ്കൾ പൂരിപ്പിച്ചു തന്നാൽ നന്നായിരുന്നു. ലൈനിലെ താമസക്കാരെല്ലാം അസോസിയേഷനിലെ മെമ്പർമാരാണ്. അന്വേഷകൻ എളുപ്പം പൂരിപ്പിച്ചു കൊടുത്തു. 5 കാര്യങ്ങൾ മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്: പേര്, മേൽവിലാസം, പിതാവിൻ്റെ പേര്, ജോലി വിവരം, ഫോൺ നമ്പർ. പൂരിപ്പിച്ച് കിട്ടിയ അപേക്ഷാ ഫോറത്തിലേക്ക് പ്രസിഡന്റ് ഏറെ നേരം കൂലങ്കഷമായി നോക്കിയിരിക്കുന്നത് കണ്ടു. അപൂർവമായൊരു വെളിപാട് തലയ്ക്കകത്തേക്ക് അടിച്ചു കയറിയതുപോലെ മുഖം തെളിച്ചപ്പെട്ടു പ്രസിഡന്റിന്. പ്രസിഡന്റിന്റെ ശബ്ദം മൃദുലമാവുകയും ഭാഷ സൗഹാർദ്ദതയുടെ പാരമ്യത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ഭാഷ സൗഹാർദ്ദമാവണമെന്ന് പ്രത്യേകമായിട്ട് വിചാരിച്ചതുപോലെയാണ് അന്വേഷകന് തോന്നിയത്. താങ്കൾ വലിയ ഭാഗ്യവാനാണ്, സംശയമില്ല. കാര്യം പിടികിട്ടാതാകയാൽ പ്രസിഡന്റിന് അകത്ത് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ നിന്നു അന്വേഷകൻ. സംശയമില്ല, താങ്കൾ ഭാഗ്യവാൻ തന്നെ. ഇക്കുറി അന്വേഷകൻ കാര്യമറിയാൻ തന്നെ തീരുമാനിച്ചു. പ്രസിഡന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രസിഡന്റ് ഒന്നുകൂടി ഉറപ്പിക്കുവാനായി ചോദിച്ചു. താങ്കളുടെ വീട് വെങ്ങാനൂർ എന്നല്ലേ എഴുതിയിരിക്കുന്നത്? അതെ. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂര്? അതെ, തിരുവനന്തപുരം വെങ്ങാനൂർ തന്നെ. അതാണ് പറഞ്ഞത് താങ്കൾ ഭാഗ്യവാനാണ് എന്ന്. പ്രസിഡന്റ് തെളിച്ചു പറഞ്ഞാൽ നന്നായിരുന്നു. അതായത് മഹാനായ അയ്യങ്കാളിയുടെ നാട്ടുകാരൻ അല്ലേ? ശരിയാണ്. ഭാഗ്യമല്ലേ ആ മഹാന്റെ നാട്ടുകാരനാവുക എന്നാൽ. അന്വേഷകൻ മനസ്സ യോജിച്ചു.
മനുഷ്യനിൽ നിന്ന് സങ്കുചിത ജാതി ചിന്ത കളയുവാൻ ശ്രീമൂലം തിരുനാളിൽ പോലും സ്വാധീനം ചെലുത്തിയ മഹാനല്ലേ അയ്യങ്കളി? സാർവത്രിക സാഹോദര്യം പുലർന്നു കാണുവാനും വേണ്ടി വില്ലുവെച്ച ഒറ്റ കാളവണ്ടിയിൽ സഞ്ചരിച്ച് തിരുവിതാംകൂറിൽ കോളിളക്കം സൃഷ്ടിച്ച മഹാനല്ലേ? ശരിയാണ്, പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ്. അന്വേഷകൻ ചെറുതായൊന്ന് സന്തോഷിക്കുകയും ചെയ്തു. ഉള്ളാൽ ആ മഹാന്റെ അടുത്താണോ താങ്കളുടെ വീട്? 2 ഫർലോങ് അകലം മാത്രം. ജിജ്ഞാസ കൊണ്ട് ചോദിക്കുകയാണ്. ആ മഹാനായി എന്തെങ്കിലും റിലേഷൻ? അയ്യന്മാമൻ എൻ്റെ അമ്മ വഴിയിൽ അകന്ന അമ്മാവനായി വരും. 2 കൈമുറക്കെ അടിച്ച ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി പ്രസിഡന്റ് തന്നെ സംശയിച്ചത് തികഞ്ഞ യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന ആത്മപ്രശംസ ആ മുഖം നിറച്ചു. പ്രോത്സാഹിപ്പിച്ചാൽ ഇനിയും ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് സമയം വൃഥാ കളയേണ്ടി വരുമെന്നൂഹിച്ച അന്വേഷകൻ വാച്ചിൽ നോക്കി. താമസിച്ചാൽ ടൗണിൽ നിന്ന് കുടുംബത്തെ കൂട്ടാൻ കഴിയാതെയാവും. പ്രസിഡന്റ് തീരുമാനമറിയിച്ചാൽ താക്കോലും കൊണ്ട് ഭാര്യയെയും മക്കളെയും കൊണ്ടുവരുവാൻ പുറപ്പെടാമായിരുന്നു. അന്വേഷകൻ അറിയിച്ച യാഥാർത്ഥ്യം ഓർമ്മിച്ചതുപോലെ പ്രസിഡന്റ് തിടുക്കത്തിൽ എഴുന്നേറ്റു. ശരിയാണ് താങ്കൾ പറഞ്ഞത്. പ്രസിഡന്റ് പോക്കറ്റിൽ നിന്ന് മൊബൈൽ പുറത്തെടുത്തു. ഒരു നിമിഷം താങ്കൾ ഇരിക്കൂ എന്ന് പറഞ്ഞ് പ്രസിഡന്റ് മൊബൈൽ നമ്പറുകളിൽ വിരൽ അമർത്തി അകത്തേക്ക് പോയി. രണ്ട് മിനിറ്റ് കൊണ്ട് പുറത്തു വന്നു. അപ്പോഴും വിരലുകളിൽ വെച്ച മൊബൈലിൽ കണ്ണു നട്ടു. ശബ്ദം കാര്യഗൗരവത്തിൽ അല്പമൊന്ന് കനം വച്ചു. ക്ഷമിക്കണം, താങ്കൾ ക്ഷമിക്കുക തന്നെ വേണം. താങ്കൾ വാടക വീടിനായി വരുമ്പോൾ അറിഞ്ഞതും ഞാൻ പറഞ്ഞതും ശരി തന്നെ. ആ നിമിഷം 3 വീടുകളും 4 മുറികളും ലൈനിൽ ഒഴിവുണ്ടായിരുന്നു. എന്നാൽ അന്വേഷകന് ഇതിനകം എവിടെ നിന്നൊക്കെയോ കൊട്ടടക്ക ചീഞ്ഞ മണം വരാൻ തുടങ്ങിയിരുന്നു. എവിടെ നിന്ന് എന്ന് ഉറപ്പിക്കുവാൻ കഴിഞ്ഞില്ലെന്നു മാത്രം. അസഹ്യമായ നാറ്റമാണ്. ചീഞ്ഞ കൊട്ടടക്കയുടെ ഗന്ധം എവിടെ നിന്നൊക്കെയോ ആണ് വരുന്നത് എന്നും തോന്നി. അന്വേഷകൻ ശ്രദ്ധാപൂർവം കേട്ടു. എന്നാൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ 3 വീടിനും 4 മുറികൾക്കും വാടകക്കാരായി. സെക്രട്ടറിയും ട്രഷററും അക്കാര്യം ഞാൻ വിളിച്ചപ്പോഴാണ് അറിയിക്കുന്നത്. കൊട്ടടക്ക മണം മൂക്കിലേക്ക് തന്നെ അടിച്ചു വരുന്നു. അന്വേഷകൻ വിരൽ കൊണ്ട് മൂക്കിൻ തുള പൊത്തി. അയാളുടെ കണ്ണുകൾ ചുറ്റുവട്ടം മുഴുവൻ പരതുകയാണ്. എവിടെ നിന്നാണ് ഈ ചീഞ്ഞ ദുർഗന്ധം? അസോസിയേഷൻ ഭാരവാഹികൾ ആരെങ്കിലും വാക്കുകൊടുത്താൽ അത് പിന്നെ ആരും തെറ്റിക്കാറില്ല. പരസ്പര വിശ്വാസമാണല്ലോ അസോസിയേഷന്റെ പ്രവർത്തന മൂലധനം. ആദ്യം വാക്കുറപ്പിച്ചവർ അവരാണ്. ഇനി എപ്പോഴെങ്കിലും
ഒഴിവ് വരികയാണെങ്കിൽ, അല്ല 2 വർഷത്തേക്ക് സാധ്യതയില്ല കേട്ടോ, നമുക്ക് പരിഗണിക്കാവുന്നതേയുള്ളൂ. താങ്കൾ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന സ്ഥലത്തു നിന്ന് വരുന്ന ആളുമാണല്ലോ. പ്രത്യേകിച്ച് മഹാനായ പ്രസിഡന്റ് മുഴുവനാക്കുന്നതിന് മുമ്പ് അന്വേഷകൻ അസോസിയേഷൻ ഗേറ്റ് കടന്നിരുന്നു. അസഹ്യമായ കൊട്ടടക്കയുടെ നാറ്റം വിടാതെ പിന്തുടരുകയാണ് എന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. മുന്നിൽ ഉച്ചസൂര്യന്റെ രശ്മികൾ തട്ടി സ്ഫടികം പോലെ തിളങ്ങുന്ന ആനന്ദപുരം റോഡ്. വെട്ടിപ്രകാശിക്കുന്ന റോഡിൽ കമിഴ്ന്നു കിടന്ന് നക്കിയാൽ പോലും ഒരു തരി മാലിന്യം നാവിൽ പറ്റുകയില്ല. മിനുസം കൊണ്ടും തെളിച്ചം കൊണ്ടും സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം സാധിച്ച ലൈൻ എന്ന അസോസിയേഷന്റെ അവകാശവാദം അക്ഷരാർത്ഥത്തിൽ ശരി തന്നെ. എങ്കിലും നടന്നു നീങ്ങവേ പഴുക്കടക്ക ചീഞ്ഞ ദുർഗന്ധം ചെറുകാറ്റിൽ പോലും സജീവമായി ഒഴുകി വരുന്നു. എവിടെ നിന്ന് എന്ന് പിടികിട്ടുന്നില്ല. ഒരിടത്തും മാലിന്യക്കൂമ്പാരമില്ല. ഒരു തരി മാലിന്യം ചിതറിക്കിടക്കുന്നതുമില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ അസഹ്യമായ ദുർഗന്ധം? നടക്കുമ്പോൾ അന്വേഷകന് കാലുകൾ ഒഴുകിപ്പോവുകയാണ്. റോഡിന്റെ വൃത്തിയും മനോഹാരിതയും ഒരിക്കൽ കൂടി നേരിൽ കാണാനായി അന്വേഷകൻ പിന്നിട്ട മാർബിൾ പാതയിലേക്ക് ആദരപൂർവം തിരിഞ്ഞു നോക്കി. ആനന്ദപുരം റോഡ് വെയിലിൽ രത്നത്താലം പോലെ വെട്ടിത്തിളങ്ങുന്നു. അകലെ അസോസിയേഷൻ ഓഫീസിന് മുന്നിൽ വെണ്ണക്കൽ പ്രതിമ പോലെ പ്രസിഡന്റ്, സഹോദര്യത്തിൻ്റെ പര്യായമായ പ്രസിഡന്റ്, സാർവത്രിക സാഹോദര്യവുമായി നറുമന്ദഹാസവുമായി പ്രസിഡന്റ് വലം കൈ കാറ്റിൽ വീശി മംഗളം നേരുകയാണ്. ആരോടും ചോദിക്കാതെയും ആരും പറയാതെയും ദുർഗന്ധത്തിൻ്റെ പ്രഭവ കേന്ദ്രം അന്വേഷകനെ പിടികിട്ടി. കഥ അവസാനിക്കുകയാണ്.